ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ സോയാബീൻ കൊണ്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഈ കറി ഇഷ്ടാവും. ഒരു വ്യത്യസ്ത രീതിയിലുള്ള സോയാബീൻ കൊണ്ടുള്ള ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ സോയാബീൻ്റെ കറി ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ട്ടോ. വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണം കേട്ടോ. ഇതേവരെ എന്നോടൊപ്പം നിന്ന് എന്നോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. വീണ്ടും ഇതുപോലെയുള്ള സ്നേഹവും സഹകരണവും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചു. അത് തിളച്ചപ്പോൾ അതിലേക്ക് ഒരു പാക്കറ്റ് സോയാബീൻ ഇട്ട് കൊടുത്തു കേട്ടോ. നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തു. അതിനുശേഷം ചൂടാറിയപ്പോൾ നല്ലപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞൊഴിച്ചു കേട്ടോ. പിഴിഞ്ഞൊഴിച്ച് ഒരു പാത്രത്തിലേക്ക് വെച്ചു. അതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, 1.5 ടീസ്പൂണ് മുളക് പൊടി. അതിലേക്ക് 1 ടീസ്പൂണ് വെളുത്തുള്ളി അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതും കൂടി ചേർത്ത് കൊടുത്തു. വീണ്ടും അതിലേക്ക് 2 ടേബിൾ സ്പൂണ് തൈര്, വീട്ടിലുണ്ടാക്കിയ തൈര് തന്നെയാണ്. 2 ടേബിൾ സ്പൂണ് തൈരും കൂടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം എല്ലാം നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചു കേട്ടോ. ഈ സോയാബീനിലെ ഈ മസാലയും തൈരും എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തു. എല്ലാ സോയാബീനിലും ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിക്കണം. നല്ലപോലെ കൈ കൊണ്ട് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം അടപ്പിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് അരമണിക്കൂർ അടച്ചു വെച്ചു. മസാലയൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അടച്ചു വയ്ക്കുന്നത്. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചു. നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു വലിയ സബോള സ്ലൈസായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തു. അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ സബോള അടി പിടിക്കാണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. എല്ലാ സ്ഥലത്തും ഒരുപോലെ വഴറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇതിങ്ങനെ അടി പിടിക്കും. അതിനുവേണ്ടി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ വഴണ്ടി വരും. ഒരു 1-1.5 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഒരുവിധം വഴണ്ടി വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. നമുക്കിനി അത് ചൂടാറിയിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. വീണ്ടും അതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ച് അത് ചൂടായപ്പോൾ അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. ആ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരുന്ന സബോളയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, ചൂടാറുമ്പോൾ നല്ലപോലെ അരച്ചിട്ടുണ്ടായിരുന്ന ആ സബോളയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഇളക്കി. അടി പിടിക്കാണ്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നിങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരുവിധം പാകമായി വന്നപ്പോൾ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. ആ തക്കാളിയും കൂടിയും ചേർത്ത് കൊടുത്തു. ആ തക്കാളിയും കൂടിയും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഇളക്കി എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കേട്ടോ. സവോളയും തക്കാളിയും നല്ലപോലെ ഒന്ന് വഴറ്റി നല്ലപോലെ ഒന്ന് യോജിച്ച് ഒരു പേസ്റ്റായിട്ട് വരണം. അതുവരെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു. തക്കാളിയും സവോളയും ഒക്കെ നല്ലപോലെ ഒന്ന് വഴണ്ട് പേസ്റ്റായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന സോയാബീൻ്റെ മിക്സ് ഉണ്ടല്ലോ, സോയാബീനും മസാലയും കൂടി നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത്
ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കണം. ആ സബോളയുടെയും തക്കാളിയുടെയും പേസ്റ്റ് സോയാബീനിലേക്ക് നല്ലപോലെ യോജിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഇളക്കി നല്ലപോലെ യോജിപ്പിച്ച് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ആ മസാലയുടെ പാത്രം കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി സോയാബീൻ നല്ലപോലെ ഒന്നുകൂടി വേവിച്ചെടുക്കണം. നോൺ വെജ് കഴിക്കാത്തവർക്കൊക്കെ ഈ കറി ഇഷ്ടമാവും കേട്ടോ. നോൺ വെജിൻ്റെ അതേ രുചിയിൽ തന്നെയാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നോൺ വെജ് കഴിക്കാത്തവർക്കൊക്കെ ഇങ്ങനെ സോയാബീൻ്റെ കറി നല്ല ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ വീട്ടിലെ പച്ചക്കറികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒരു കടയിലൊക്കെ പോകുമ്പോൾ ഒരു സോയാബീൻ്റെ പാക്കറ്റ് മേടിച്ചുകൊണ്ട് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കാം. എപ്പോഴും സോയാബീൻ വീട്ടിലൊരു പാക്കറ്റ് ഇരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. എമർജൻസിക്കൊക്കെ നമുക്കൊരു കറിയൊക്കെ ഉണ്ടാക്കാമല്ലോ. നല്ല ടേസ്റ്റി കറിയാണ്. ഇടയ്ക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് നല്ലപോലെ വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലപോലെ ഇളക്കി നല്ലപോലെ വേവിച്ചെടുക്കുക. അതിലേക്ക് വീട്ടിൽ പൊടിച്ചെടുത്ത 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. വീണ്ടും നല്ലപോലെ ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചു. നല്ലൊരു ടേസ്റ്റി കറി തന്നെയായി കേട്ടോ. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. അങ്ങനെ സോയാബീൻ കറി റെഡിയായി. നോൺ വെജിൻ്റെ അതേ രുചിയിൽ ചിക്കൻ കറിയുടെ അതേ രുചിയിൽ തന്നെയുള്ള സോയാബീൻ കറി റെഡിയായി. അപ്പോൾ എല്ലാവരും നിങ്ങളിങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.